ഇത്രയും വലിയൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനി ഇത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് ആലോചിക്കുമ്പോൾ വളരെ വിഷമമുണ്ട്. തകർക്കാൻ വരുന്നവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. കാരണം അവർക്ക് ഒരേ ഒരു പാറ്റേണേ ഉള്ളൂ. ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം എഴുതുക, ഞങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നവർക്ക് മാത്രമേ ഈ പോസ്റ്റർ ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ. ഹലോ ഹായ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഇന്ന് ടർബോ എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. റിലീസിന്റെ അന്ന് തന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇട്ടില്ല എന്ന് പല ആൾക്കാരും എന്നോട് ചോദിച്ചു. സാഹചര്യം, ക്യാമറയിൽ ഒരു ഇഷ്യൂ, ക്യാമറയുടെ ട്രൈപോഡിൽ ഒരു ഇഷ്യൂ വന്നു. അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. പുറത്ത് മഴയായിരുന്നു. സാഹചര്യവശാൽ ഒന്നും കൊണ്ടും പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ റിവ്യൂ ഇടാതിരുന്നത്. കഴിഞ്ഞ ദിവസം തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തലവൻ റിവ്യൂ, അവിടെ മഴയില്ലായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഷൂട്ട് ചെയ്തിടാനും പറ്റി. എനിവേ, ഇന്ന് ഞാൻ ടർബോയുടെ റിവ്യൂ കൂടുതൽ പറയുന്നില്ല, കാരണം ഓൾറെഡി നിങ്ങൾ അതെല്ലാവരും കണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. എന്നിരുന്നാലും എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. ടർബോയുടെ ഫസ്റ്റ് ഹാഫ് വളരെ ശോകമായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ഉണ്ടായിരുന്ന ആക്ഷൻ സീക്വൻസുകളും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് മാത്രം പിടിച്ചിരുന്ന ഒരു സിനിമയാണ് ടർബോ. ഇതിൽ കൊടുത്തിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഇതിന്റെ എക്സ്ട്രാ ഓർഡിനറി മാസ് ആക്ഷൻസ്, അത് മമ്മൂട്ടി എന്ന് പറയുന്ന നടനെടുത്ത എഫേർട്ടാണ്. ഓക്കെ, ശരി, അതിനെ അംഗീകരിക്കുന്നു. തീർച്ചയായിട്ടും അത് അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുമുണ്ട്. ഇനി സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിലെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു നാട്ടുമ്പുറക്കാരനായ ചെറിയ തെല്ലും വകയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചില ഇഷ്യൂസിലൂടെ അയാൾ മറ്റൊരു തലത്തിലേക്ക് എത്തിപ്പെടുന്നു. അവിടെ നടക്കുന്ന ചില സംഭവങ്ങളും സംഭവ വികാസങ്ങളെയും ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ അയാൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്കുള്ള ചില കളികളിലേക്ക് അയാൾക്ക് എത്തിച്ചേരേണ്ടി വരുന്നു. അവിടെ നിന്നുള്ള അയാളുടെ ഒരു സർവൈവലാണ് ഈ പറയുന്ന ടർബോ എന്ന സിനിമ. സോ അവിടെയുള്ള ആക്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മമ്മൂക്ക തൻ്റെതായിട്ടുള്ള രീതിയിൽ അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ കഥാപാത്രത്തിനെ. അതുപോലെ തന്നെ അഞ്ജന നല്ലൊരു പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശബരീഷ് വർമ്മ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ദിലീഷ് പോത്തൻ അദ്ദേഹത്തിന്റെ കഥാപാത്രവും നന്നായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട രാജ്ബി ഷെട്ടിയാണ്. അദ്ദേഹത്തിന്റെ കഥാപാത്രത്തെ അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിനെ യൂസ് ചെയ്യാൻ ഒരു വില്ലനെ ഇത്രയധികം ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ കുറച്ചുകൂടെ നല്ലതായിട്ട് ആ ബിൽഡപ്പ് കൊടുക്കാമായിരുന്നു എന്ന് പലയിടത്തും തോന്നിപ്പോയി. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോസക്കുട്ടി ചേച്ചിയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ബിന്ദു പണിക്കർ അടിപൊളിയായിട്ട് കിട്ടിയ ഏരിയാസിൽ കിട്ടുന്ന കൗണ്ടേഴ്സ് എല്ലാം അടിപൊളിയായിട്ട് തന്നെയാണ് നല്ല ടൈമിങ്ങിനനുസരിച്ച് അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ ആയിരുന്നു. ഇനി ഈ സിനിമയുടെ തിരക്കഥയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് തിരക്കഥയാണ്. പക്ക ശോകം തിരക്കഥയാണ്. സ്ഥിരം ടെംപ്ലേറ്റ്. നമ്മൾ എന്നോട്ട് സിനിമ കാണാൻ തുടങ്ങിയോ, അതിലൊരു മാസ് ആക്ഷൻ കണ്ടു തുടങ്ങിയോ ആ സമയം തൊട്ടുള്ള ഒരു സ്ക്രിപ്റ്റ്. ആ സ്ക്രിപ്റ്റിനെ ഇത്രയധികം നന്നാക്കി എടുത്തത് വൈശാഖ് എന്ന് പറയുന്ന ഒരു മേക്കറിന്റെ ഒരു ഫലം തന്നെയാണ്. പക്ഷേ ഇതിനകത്തുള്ളൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ പല കാര്യങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഇതിനകത്ത് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടന്റെ ചില ആക്ഷൻ സീക്വൻസുകളിലുള്ള എലിവേഷൻസ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മൾ പുലിമുരുകനിലാണെങ്കിലോ അല്ലെങ്കിൽ പോക്കിരി രാജയിലൊക്കെ ആണെങ്കിലോ അദ്ദേഹത്തിന്റെ സിനിമകളെ വെച്ച് കമ്പയർ ചെയ്യാം. അപ്പൊ അവിടെയൊക്കെ നമ്മൾ കാണുന്ന ചില എലിവേഷൻസ് ഉണ്ട്. അതായത് മുണ്ടൊന്ന് തട്ടെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറച്ച് എനർജറ്റിക് ഫീൽസ് ഉണ്ട്. ആ സാധനങ്ങളൊന്നും യൂസ് ചെയ്യാതെ ടോട്ടലി ഒരു നോർമൽ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോകുന്നിടത്ത് എനിക്ക് നല്ല നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തു. കാരണം അത് യൂസ് ചെയ്യാമായിരുന്ന ഒരു ഏരിയയാണ്. കാരണം പ്രേക്ഷകരെ കുറച്ചുകൂടെ കോരിത്തെരിപ്പിക്കാൻ പറ്റുന്ന സംഭവങ്ങളുണ്ട്. പ്രത്യേകിച്ച് മമ്മൂക്ക, മോഹൻലാൽ ഇവരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് കണ്ട് എൻജോയ് ചെയ്യുന്നവരാണ് മലയാളികൾ. സോ അത്തരത്തിലുള്ള എലിവേഷൻ സീക്വൻസുകൾ കൂടെ അടിപൊളിയായിട്ട് ഉൾപ്പെടുത്താമായിരുന്നു. പിന്നെ ഇതിലെ ആക്ഷൻ സീക്വൻസുകൾക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ അത് അത്രയധികം സുഖകരമായിട്ട് ചിലയിടത്ത് എത്തിയില്ല. ചിലയിടത്ത്, എല്ലായിടത്തും ഒന്നല്ല, ചിലയിടത്ത് എത്തിയില്ല എന്നുള്ളത് കൂടെ പറയേണ്ടിയിരിക്കുന്നു. സോ ടോട്ടലി ഒരു ആവറേജ് ലെവലിൽ നിൽക്കുന്ന ഒരു മാസ് ആക്ഷൻ പടമാണ് ടർബോ. ഇതിനപ്പുറത്തോട്ട് സിനിമയിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്തില്ല. പറഞ്ഞു വന്ന പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, സിനിമയുടെ റിവ്യൂ പോസ്റ്റ് ചെയ്തു, പല ആൾക്കാരും പോസ്റ്റ് ചെയ്തു. സിനിമയെ നന്നായിട്ട് സുഖിപ്പിക്കുന്ന ചില ടീമുകളുണ്ട്. അവരുടെ റിവ്യൂസിന് ഒരു കുഴപ്പവും വന്നിട്ടില്ല. ചിലര് അവർക്ക് ഇഷ്ടപ്പെട്ടു, അവരുടെ റിവ്യൂസ് നല്ല അഭിപ്രായമാണെന്ന് അവർ പറഞ്ഞു. അത് അവരുടെ വ്യൂ പോയിന്റിൽ അവർ നന്നായിട്ട് എൻജോയ് ചെയ്ത് കണ്ടപ്പോഴത്തേക്ക് അവർക്ക് അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞവരും ഉണ്ട്. അതുപോലെ തന്നെ സിനിമയുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും എടുത്തു പറഞ്ഞ ആൾക്കാരും ഉണ്ട്. സോ ഇങ്ങനെയുള്ളിടത്ത് നെഗറ്റീവ്സ് കൂടുതൽ കേൾക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ കിട്ടുന്നവർക്കെല്ലാം കോപ്പിറൈറ്റ് കൊടുത്ത് ഒഴിവാക്കുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനെ ന്യായീകരിക്കാൻ ഇപ്പോൾ പല ആൾക്കാരും എത്തിയിട്ടുണ്ട്. തമ്പനയിലാണ്, ഓക്കെ ശരിയാണ്, തമ്പനയിലിൽ ഉപയോഗിച്ചിരിക്കുന്ന പോസ്റ്റർ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യമാണ്. ശരി, ഞങ്ങളത് ഉപയോഗിക്കുന്നില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ പോസ്റ്റർ ഇറക്കി വിടുന്നത് എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം. ഇത് ഞങ്ങളെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ തരുന്ന ഓരോ ബുക്ക് മൈ ഷോയിൽ തരുന്ന ഓരോ റേറ്റിംഗും നിങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ സിനിമയെക്കുറിച്ച് ഞങ്ങളിപ്പോൾ പോസിറ്റീവ്സ് പറഞ്ഞു, നിങ്ങൾക്ക് ഇത്രയും പോസിറ്റീവ്സ് തരുന്നത് നിങ്ങളുടെ കച്ചവടം കൂടാൻ വേണ്ടിയിട്ടാണ്. സോ ഒരു പ്രേക്ഷകൻ ടിക്കറ്റ് എടുത്ത ഒരാൾക്ക് ആ പോസ്റ്റർ ഉപയോഗിക്കുമ്പോൾ അദ്ദേഹത്തിന് അത് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന് കാണിച്ചുകൊണ്ട് ഇത് ചെയ്യാണ്. പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് നെഗറ്റീവ് റിവ്യൂസ് പറഞ്ഞ ആൾക്കാർക്കെതിരെയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനി ഇത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് ആലോചിക്കുമ്പോൾ വളരെ വിഷമമുണ്ട്. ടാർഗറ്റഡ് ആയിട്ടുള്ള റിവ്യൂസ് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും
ആ റിവ്യൂസിനെ നിങ്ങൾ പിന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെയും പറയാം അത് ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. നിങ്ങൾക്ക് ഏത് കണ്ടാലും നെഗറ്റീവ് പറയുന്നതെല്ലാം ടാർഗറ്റഡ് ആകുന്നു എന്ന് പറയുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ഏതൊരു മനുഷ്യനും അക്സെപ്റ്റ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. സോഷ്യൽ മീഡിയയിൽ ഈ സിനിമയ്ക്ക് മിക്സഡ് റിവ്യൂസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ അത് കാണേണ്ടവർ കണ്ടിരിക്കും, കാണേണ്ടാത്തവർ കാണുകയേ ഇല്ല എന്നുള്ളൊരു അഭിപ്രായം നമുക്ക് പലപ്പോഴും എല്ലാ സിനിമകൾക്കും നമ്മൾ അങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പോസ്റ്റർ യൂസ് ചെയ്തു, അതുകൊണ്ട് ഞങ്ങളുടെ സാധനമാണ്, നിങ്ങളത് റിമൂവ് ചെയ്തേ മതിയാകൂ എന്ന് പറഞ്ഞിട്ട് കോപ്പിറൈറ്റ് കൊടുക്കുക, സ്ട്രൈക്ക് കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചൊരു കാര്യമല്ല. സീരിയസ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ബാലിശമായിട്ടുള്ള ഒരു പ്രവർത്തനം ഈ ഒരു കമ്പനിയുടെ സൈഡിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങളുടെ സിനിമയെക്കുറിച്ച് പോസിറ്റീവ്സ് പറഞ്ഞാൽ എന്ത്, നെഗറ്റീവ്സ് പറഞ്ഞാൽ എന്ത്, അത് കാണേണ്ടവർ കണ്ടിരിക്കും. അത് നിങ്ങൾക്ക് എത്രത്തോളം ലാഭകരമാകുന്നു എന്നുള്ളത് നിങ്ങളുടെ മാത്രം വിഷയമാണ്. പക്ഷേ ഒരു റിവ്യൂ ഇട്ടത് കൊണ്ടൊരു സിനിമ തകരില്ല എന്ന് പറഞ്ഞ അതേ ആൾക്കാർ തന്നെ ആ സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂ വന്നപ്പോൾ ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് കാണിച്ചത് വളരെ മോശമായി പോയി എന്നേ പറയാൻ പറ്റുള്ളൂ. ഒരു പ്രേക്ഷകനും സിനിമയെ തകർക്കാൻ വേണ്ടിയിട്ട്, പ്രേക്ഷകൻ എന്ന വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ഒരു നല്ല പ്രേക്ഷകനും ഒരിക്കലും സിനിമയെ തകർക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കാറില്ല. തകർക്കാൻ വരുന്നവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. കാരണം അവർക്ക് ഒരേ ഒരു പാറ്റേണേ ഉള്ളൂ. ആ പാറ്റേണിന് അപ്പുറത്തോട്ട് അവർ പോയില്ല. അത്തരത്തിലുള്ളവരെയാണ് നിങ്ങൾ ഒഴിവാക്കിയിരുന്നെന്നുണ്ടെങ്കിൽ ഓൾ പ്രേക്ഷകർ കൈയടിക്കും. പകരം ഒരു നെഗറ്റീവ്, രണ്ട് നെഗറ്റീവ് ഒക്കെ പറയുമ്പോഴത്തേക്ക് അതിൽ ഇത്ര പ്രകോപിതരാവേണ്ട കാര്യം എന്താണ്? ഒരു പോസ്റ്റർ നിങ്ങളുടെ പ്രോഡക്റ്റ് ആണ്, ശരി, അത് ഞങ്ങൾ ഉപയോഗിച്ചു, അതുകൊണ്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാൻ ഞങ്ങൾ അധികാരം തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോപ്പിറൈറ്റ് കാണിക്കുന്നു. ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പോസ്റ്റേഴ്സ് മറ്റുള്ളവർ ഷെയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല? അപ്പോൾ നിങ്ങൾക്ക് അവിടെ പ്രൊമോഷൻ ആവശ്യമാണ്. ഈ പ്രൊമോഷനിലെ പോസിറ്റീവ്സ് നെഗറ്റീവ്സും എടുത്തു പറയുമ്പോൾ ആ നെഗറ്റീവ്സിനെ ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരികയും ആ നെഗറ്റീവ്സിനെ വെച്ചുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു മേടിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഇതൊരു നല്ല സിസ്റ്റമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന പോസ്റ്റർ ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം എഴുതുക, ഞങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നവർക്ക് മാത്രമേ ഈ പോസ്റ്റർ ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ, അല്ലാത്തവർ ദയവ് ചെയ്ത് ഈ പോസ്റ്റർ ഉപയോഗിക്കരുത് എന്നുകൂടി പ്രത്യേകം മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങൾക്കിപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഞങ്ങൾ പണം കൊടുത്ത് വാങ്ങിയ ടിക്കറ്റിൽ ഞങ്ങൾക്ക് ബുക്ക് മൈ ഷോ വഴി ബുക്ക് ചെയ്ത ടിക്കറ്റ് ആണെങ്കിൽ അതിനകത്ത് പോസ്റ്റർ ഞങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ, അല്ലേ? നിയമപരമായിട്ട് അങ്ങനെ ഒരു സാധ്യതയുണ്ട്. കാരണം ഞാൻ പണം കൊടുത്ത് വാങ്ങിയതാണ്, അപ്പോൾ അതിനും പണം കൊടുത്ത് തന്നെയാണ് വാങ്ങിയിരിക്കുന്നത്, അതിന് ടാക്സും അടച്ചിട്ടുണ്ട്. നിയമപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പോസ്റ്റർ ഞങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ദയവായി അതിന് കോപ്പിറൈറ്റ് തന്ന് ഇത്രയും ബാലിശമായി പോകരുത് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. എനിവേ, കൂടുതലൊന്നും പറയാനില്ല. ഇത്തരത്തിലുള്ള വാക്കുകളിലൊന്നും പ്രവൃത്തി മറ്റൊരു തരത്തിലേക്കുമാകുമ്പോൾ വളരെയധികം വേദനയുണ്ട്. ദയവായി അത്തരത്തിലുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കുമെന്ന് അധികൃതരോട് പറയുന്നു. അല്ലാതെ ഇതിന്റെ സൈഡിൽ ഇരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, മൂർത്തിയേക്കാൾ വലിയവരാണ് അവിടുത്തെ ശാന്തികൾ എന്ന് ചിന്തിക്കുന്ന കുറെ മനുഷ്യരുണ്ട്. അവരായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. എന്താണെങ്കിലും അത്തരം ശാന്തിമാരോട് ഒന്നേ പറയാനുള്ളൂ, സിനിമകൾ നല്ലതാണെങ്കിൽ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് എത്തും, അവരത് കാണും, വിജയിപ്പിക്കും. അതിന് നിരവധി ഉദാഹരണങ്ങൾ ഈ വർഷം തന്നെയുണ്ട്. ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ എന്ന് തന്നെ വിശ്വസിക്കുന്നു. എനിവേ, എന്താണെങ്കിലും കൂടുതൽ പറഞ്ഞ് ബോറാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ അതിലെ ശരികളും തെറ്റുകളും ഉൾക്കൊള്ളാൻ മനസ്സ് ഉള്ളിടത്താണ് ഒരു നല്ല പ്രേക്ഷകരും നല്ല സിനിമ പ്രൊഡ്യൂസേഴ്സും അല്ലെങ്കിൽ സിനിമ പ്രൊഡക്ഷനും ഉണ്ടാവുന്നത്. അതിനെ അംഗീകരിക്കാൻ പഠിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ വായ്ത്താളം വിട്ട് സമയം കളയാതിരിക്കുക. പുതിയ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും